എന്നാൽ എലത്തൂർ സീറ്റിനെ ചൊല്ലി എൻസിപിയിൽ കലാപം. മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് രംഗത്തെത്തി. പേരാണോ തന്റെ അയോഗ്യതയെന്നും മുക്കം മുഹമ്മദ് ചോദിച്ചു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വർഗീയ പ്രചാരണം നടത്തരുതെന്നും മുക്കം മുഹമ്മദ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആദ്യം. നാട്ടിനകത്ത് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ സ്വാഭാവികമായി നിയോജകമണ്ഡലത്തിനകത്ത് ഇന്ന സ്ഥാനാർത്ഥി എന്നതിന് പകരം ജാതി മത ചിന്തകൾക്ക് അനുസൃതമായ ചില സംവിധാനം നമ്മുടെ കേന്ദ്രത്തിലുണ്ട്. ഇപ്പം മേപ്പയിൽ നിയോജകമണ്ഡലത്തിനകത്ത് എൻ്റെ സുഹൃത്തായിരുന്ന മത്തായി ചാക്കോ അവിടെ മത്സരിക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിനകത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബം പോലും ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷ പ്രസ്ഥാനം 10,000 വോട്ട് അത് ജയിപ്പിക്കുകയുണ്ടായി. കാലം പതുക്കെ മാറി മാറി വന്നപ്പോൾ ഓരോ മണ്ഡലത്തിലേക്കും ആൾ വരുമ്പോൾ അവിടെ ജാതിയും ഉപജാതിയും ഒക്കെ പതുക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ നാടിന് യോജിച്ച ഏർപ്പാടെയല്ല. വിശദാംശങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ ബാബു, ഈ എലത്തൂർ സീറ്റിനെ ചൊല്ലി കലാപം എന്നല്ല, കലാപം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറേ ദിവസമായി ഈ കലാപം തുടരുന്നു. ഇതിൽ ഇതുവരെ ഒരു സമവായമായില്ലേ? യുവാക്കൾക്ക് വഴിമാറി കൊടുക്കണം ശശീന്ദ്രൻ എന്ന് തന്നെയാണ് നേരത്തെ തന്നെ പ്രമേയമൊക്കെ അവിടെ പാസ്സാക്കിയതുമാണ് ബ്ലോക്ക് കമ്മിറ്റി, NCP ബ്ലോക്ക് കമ്മിറ്റി. അപ്പോൾ നിലവിൽ ഇതിലൊരു സമവായമായില്ലേ? ശ്യാമിലി, അതായത് എലത്തൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് NCPയിൽ തുടരുന്ന ആ ഒരു തമ്മിലടി പോര് അത് ഏറെ നാളുകളായി തുടരുന്നതാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തെ യാഥാർത്ഥ്യം. അതായത് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ നിന്നും, അതായത് എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ ഇവർ നിർദ്ദേശിച്ച പേരുകൾ ദേശീയ നേതൃത്വത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുമാണ് അതിൻ്റെ ഒരു തീരുമാനം വരേണ്ടത് എന്ന് നേതാക്കൾ തന്നെ, കേരളത്തിലെ നേതാക്കൾ തന്നെ പറയുമ്പോഴും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്നു. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ താൻ ഇപ്പോഴും മത്സരിക്കാൻ തയ്യാറാണ്, താൻ മത്സരിക്കുമെന്ന ഉൾപ്പെടെയാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലല്ല ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉയർന്നു വന്ന പേരുകളിൽ പ്രധാനപ്പെട്ട പേര് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ തന്നെയായിരുന്നു. അത് പ്രമേയമായി തന്നെ അവതരിപ്പിക്കുകയും പ്രമേയം പാസ്സാവുകയും തുടർന്ന് ആ പേരുൾപ്പെടെയാണ് ദേശീയ നേതൃത്വത്തിന് മുൻപിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മുക്കം മുഹമ്മദ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഒരു വിഭാഗം പറയുന്നു. പക്ഷേ അത്തരത്തിലല്ല, എ കെ ശശീന്ദ്രൻ സ്ഥാനാർത്ഥിയാവണമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അതിനിടയിലായിരുന്നു ഇന്നിപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മുക്കം മുഹമ്മദിന്റെ, ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കൺവെൻഷൻ അത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ അല്ല നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് എ കെ ശശീന്ദ്രൻ വിഭാഗം പറയുന്നത്. അപ്പോൾ ഈ കൺവെൻഷനിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ മുക്കം മുഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുക്കം മുഹമ്മദ് ഇത്തരത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എ കെ ശശീന്ദ്രനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം, പേരെടുത്ത് പറയാതെ തന്നെ എ കെ ശശീന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു മുക്കം മുഹമ്മദ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മന്ത്രിസ്ഥാനം പങ്കിടേണ്ടിയിരുന്നു, മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് കൂടി അവകാശപ്പെട്ടതായിരുന്നു. എന്നിട്ടും കെട്ടുറപ്പിന് വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഈ മുക്കം മുഹമ്മദ് എന്ന തന്റെ പേരാണോ തനിക്കിവിടെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ കാരണം, തന്റെ പേരാണോ തന്റെ അയോഗ്യത എന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വർഗീയ പ്രചാരണം നടത്തരുത്, വർഗീയ ചിന്തയില്ലാത്ത നാടാണ് എലത്തൂർ എന്നും അദ്ദേഹം പറയുന്നു. അതായത് വർഗീയപരമായിട്ടുള്ള, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളാണ്, അതാണോ അദ്ദേഹത്തിന് അവിടെ സീറ്റ് നിഷേധിക്കാൻ കാരണം, അല്ലെങ്കിൽ താൻ അദ്ദേഹം അവിടെ മത്സരിക്കരുത് എന്ന് പറയാൻ കാരണം അതാണോ എന്ന ചോദ്യം ഉൾപ്പെടെ അദ്ദേഹം ഉന്നയിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചോദിച്ചു, എലത്തൂർ മണ്ഡലത്തിൽ നിന്നും ആ നിലയിൽ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിലല്ല, മൊത്തം കേരളത്തിലും തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ അത്തരത്തിലൊരു വർഗീയ ഒരു ചേരിതിരിവ് അല്ലെങ്കിൽ വർഗീയമായി അതിനെ കാണരുത് എന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം ഇത് തന്നെയാണ്, ഈ എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് NCPയിൽ അതിരൂക്ഷമായിട്ടുള്ള പോര് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും നേതാക്കൾ പറയുന്നത് ദേശീയ നേതൃത്വം അംഗീകരിക്കുന്ന പേര് എന്ത് തന്നെയാണെങ്കിലും, അത് എ കെ ശശീന്ദ്രനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുക്കം മുഹമ്മദ് ആണെങ്കിൽ അങ്ങനെ, ഈ ദേശീയ നേതൃത്വം അംഗീകരിക്കുന്ന പേര് ഏത് തന്നെയാണെങ്കിലും തങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ നേതൃത്വത്തിലേക്ക് അയച്ച പേരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴും വലിയ അസ്വാരസ്യങ്ങൾ തുടരുന്നത്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം ലഭിക്കും, ആരാണ് മണ്ഡലത്തിൽ മത്സരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശം ലഭിക്കും. അത് ആരാണ് ആ പേര് ലഭിക്കുന്ന ആൾ, അയാൾക്ക് വേണ്ടി തങ്ങൾ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ നിലയിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെ തുടരുകയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം വൈകാരികമായി പ്രസംഗിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികൾ മുക്കം മുഹമ്മദിനെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികൾ അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പടലപ്പിടക്കങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട്, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, LDFിൽ CPIയും CPIഎമ്മും അവരുടെ CPI പൂർണ്ണമായും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPIഎം അവരുടെ 98% സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്രധാന മുന്നണിയിൽ പ്രധാനപ്പെട്ട പാർട്ടികൾ എല്ലാവരും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന
ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു സീറ്റുമായി CPM-ഉം CPI-യും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. NCP ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതിന് 2 ദിവസത്തിനുള്ളിൽ അതിലൊരു തീരുമാനം വരും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.